വയനാട്ടിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പുന്നപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ ബെയിലി പാലത്തിലെ സംരക്ഷണ കവചത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ്. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന് നിവാസികൾ ഇന്ന് തടഞ്ഞു. കനത്ത മഴയിൽ ഇന്നലെ റോഡിലൂടെയാണ് പുഴ ഒഴുകിപ്പോയത്. വയനാട്ടിൽ ഇടവിട്ട് ശക്തമായ മഴപ്പെയ്ത്ത് തുടരുകയാണ്. ഇന്നലെയെ അപേക്ഷിച്ച് ഇന്ന് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. കുത്തിയൊലിച്ച് ഒഴുകുകയാണ് ചൂരൽമലയിലെ പുന്നപ്പുഴ. 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായി. 3 ഇടങ്ങളിലാണ് വിള്ളൽ. മണ്ണ് ഒലിച്ചുപോയ സ്ഥിതിയുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ മാസമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 58 ലക്ഷത്തെ മുടക്കിയിട്ട് ഈ റോഡ് നന്നാക്കിയത്. കഴിഞ്ഞ മെയിൽ വന്ന മഴക്ക്, കഴിഞ്ഞ ഇന്നലത്തെ മഴയ്ക്ക് ഈ റോഡ് പോയി. വീണ്ടും രാവിലെ 6 മണിക്ക് തന്നെ ആരതോ സ്വാർത്ഥ താല്പര്യപ്രകാരം വലിയ JCB കൊണ്ടിവിടെ പണി തുടങ്ങി. ആർക്ക് വേണ്ടി? ഇത് നോഗോ സോണാ, ഇത് മത്തായിൻ്റെ അതുപോലെ നോഗോ സോണാ. ഇവിടെയൊക്കെ ഞങ്ങളെ ബാക്കിയുള്ളവരെ ബോഡി ഇന്നും കിട്ടാൻ കിടക്കുക. അവിടെ വന്നിട്ടാണ് മാന്തുന്നത്. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള നടപടികൾ തുടരുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തബാധിത പ്രദേശമായ വാർഡുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസം എത്തിക്കുമെന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം പാലിക്കണമെന്ന് ടി സിദ്ദിഖ് MLA. ഇവിടെയുള്ള ആളുകൾക്ക് സമ്പൂർണ്ണമായ ആശ്വാസവും ഒരു ലിസ്റ്റ് സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കണ്ടേ? ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 1 വർഷമാവുകയാണല്ലോ. ലിസ്റ്റ് പോലും സമ്പൂർണ്ണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നത്തിന് മുഴുവൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന നിവാസികൾ തടഞ്ഞു. കനത്ത മഴയിൽ ഇന്നലെ ഈ റോഡിലൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. ഞങ്ങൾ പ്രവൃത്തി തടഞ്ഞിരിക്കണം, ശക്തമായിട്ട് തന്നെ തടഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു വണ്ടി നമ്മൾ കൊടുക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? കാരണം നമ്മൾ അത്രയും 27 കുടുംബം അവിടെ ഒറ്റപ്പെട്ടിരിക്കുക. ഞങ്ങൾ ഇതുവരെ ഗവൺമെൻറ് ഇതുവരെ നമ്മൾ ലിസ്റ്റില്ല. അവർ കാരണങ്ങളുടെ കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞങ്ങൾ ആദ്യം പേടിച്ച് ഇങ്ങനെ നിൽക്കണം. ഇത്രയും പറഞ്ഞു. ഇപ്പോൾ 1 വർഷം ആവാനായി. അടുത്ത മാസത്തേക്ക് 1 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റിൽ ഒരു പേര് വന്നിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ മേലെ ഇവർക്ക് റോഡ് ഇട്ടിട്ട് ആർക്ക് പോകാൻ നിൽക്കാനാണ് ഇപ്പോൾ അവിടേക്ക്? അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. വണ്ടി ഇപ്പോൾ JCB തിരിച്ചുപോയി. JCB തിരിച്ചു വെച്ചാൽ ഞങ്ങളോടൊരു പണിയെടുക്കാനായിക്കില്ല. എവിടേക്ക് ഒരു വണ്ടി ഇനി പോകും വേണ്ട, കല്ലെടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അതിനെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 27 വീട്ടുകാരെ കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചതിന് ശേഷം ഇങ്ങോട്ട് എന്തും വിടുക. അതുവരെ വലിയ റോഡ് നന്നാക്കണ്ട, കല്ലെടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ഒരു വണ്ടി ഞങ്ങളാണ് കടത്തി വിടൂല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാഴകൃഷി ഉൾപ്പെടെ വെള്ളത്തിലായി. കല്ലൂരിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞ സംഭവത്തിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി മേപ്പാടിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ 10 മണിക്ക് തുറക്കും. പുഴത്തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. നിരവധി വാഴകളാണ് വെള്ളം കയറിയത് മൂലം നശിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ബത്തേരി പുഴങ്കുനി ഉന്നതിയിലെ പലരെയും മാറ്റിപ്പാർപ്പിച്ചു. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.